അയ്യോ രണ്ടാമത്തെ എപ്പിസോഡിൽ ജഡ്ജസ് വേറൊന്നും തല്ലിപ്പൊളി, അതായത് രഞ്ജിനിയൊക്കെ ചീഞ്ഞ ഡയലോഗ് കാണണം. അതുപോലെ തന്നെ റിയാസും തമ്മിൽ ഭേദം അഖിൽമാരാറാണ്. കാരണം ഇന്നത്തെ പ്രോഗ്രാം കണ്ടാൽ അറിയാം ഇവർ ആറ്റിറ്റ്യൂഡൊക്കെ വളരെ മോശം. ഇവർ ബിഗ് ബോസ് നിന്ന് വന്നതല്ലേ, ഇവർക്കത് അറിഞ്ഞൂടെ. ഇവർ അയച്ചു ഡയറക്റ്റ് നേരെ ഇതിൽ അഗ്നിപരീക്ഷയുടെ ഉള്ളിലേക്ക് വന്നതാണ്. ഇവരിതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവർ കുറച്ച് നീണ്ടേ. അതിനുള്ള കണ്ടസ്റ്റൻറ്റിന് പറയുന്ന കണ്ടസ്റ്റൻ്റ് അവർ ഗെയിം നോക്കിയിട്ട് അതിനല്ലേ കാര്യം പറയേണ്ടത്. ഇത് ഗെയിമൊന്നും നോക്കാതെ ഇവർ ചിലരൊക്കെ പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ സംശയമുണ്ട്. ചിലവർ ഇഷ്ടപ്പെടുന്നു, ചിലവർ ഇഷ്ടപ്പെടുന്നില്ല. അതെന്തോന്ന് നിങ്ങൾക്ക് ഇന്ന് കണ്ടാൽ അറിയാം ശരിക്കും. കാരണം 10 മണിക്കുള്ള എപ്പിസോഡിൽ കണ്ടാലേ അറിയാം. 9 മണിക്ക്, അതായത് പൂട്ട് തുറക്കാത്ത പൂട്ട് ഇല്ല. ആദ്യം ഒരു പൂജ കയറി വന്നിരുന്നു പൂട്ട് തുറക്കാതെ. അപ്പം മറ്റൊന്ന് വന്ന പുതിയ പൂജ ചോദിക്കുന്നുണ്ട് പൂട്ട് തുറക്കാത്ത പൂജയെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നീ മിണ്ടരുത്, ഷട്ടപ്പ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര രഞ്ജിനി ഭയങ്കരമൊക്കെ പറഞ്ഞു. അവരവരെ കാര്യം പറയുന്നു, കറക്റ്റാണ്. അപ്പോൾ പിന്നെ രഞ്ജിനി വേറെ കാര്യം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അനുവാദത്തോടെ അല്ലേ ഇത് നിങ്ങൾ അനുവാദം ചോദിച്ചതിന് ശേഷമാണല്ലോ ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. എന്നാലും അവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം, അട്ടർ പോക്ക്. ഇന്നത്തെ എപ്പിസോഡിൽ 3 ഗെയിമാണ് നടന്നത്. അതായത് അഖിൽമാരാറിനെ ടഫ് ആൻഡ് ടഫ് എന്നും രഞ്ജിനി ഹരിദാസിനെ ഫിയർലെസ് ഗേൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിയാസ് അലിമോ ഗെയിം ചേഞ്ചർ. അതായത് 3 മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. ഒന്ന് ജോമെട്രി രൂപങ്ങൾ ഉണ്ടാക്കുന്നത്, അതിൽ ജയിച്ചിരിക്കുന്നത് ഷൈജു ആൻഡ് രാകേഷ്. രണ്ടാമത്തെ മുളവടി കുത്തി ഡാൻസ്. അത് കണ്ടു നോക്കി നിങ്ങൾ, കാണേണ്ടത് തന്നെയാണ്. ഭയങ്കര രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. അതിൽ ജയിച്ചിരുന്നത് ടാഷി, പിന്നെ സെക്കൻഡ് ജെറ്റി. മൂന്നാമത് ഒരു ബോൾ കൊടുക്കുന്നുണ്ട്, അത് ബൗൺസ് ചെയ്യിച്ചിട്ട് ആ ബോളിലേക്ക് കളർ പേപ്പറുകൾ കൊടുക്കും. ഈ കളർ പേപ്പറുകൾ അവർക്ക് കൊടുക്കണം. ഈ ഏറ്റവും കൂടുതൽ കളർ പേപ്പർ ആർക്കാണോ കിട്ടുന്നത് അവർ ജയിച്ചു. അതിൽ ജയിക്കുന്നത് ലോലിറ്റ, രണ്ടാമത് ജയിക്കുന്നത് ശ്യാം. ഈ ശ്യാമിനൊക്കെ ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ സംശയം. കാരണം ഇവർ നേരത്തെ കാണാതെ പഠിച്ചിട്ട് ഓരോന്ന് പറയുന്നത്. ഇവർ ഗെയിമിനനുസരിച്ചാണ് ജഡ്ജസ് ശരിക്കും സംസാരിക്കേണ്ടത്, വേണ്ടേ? അല്ലാണ്ട് പാർഷ്യാലിറ്റി കാണിക്കുക. ഗെയിമിനെ ഗെയിമായി തന്നെ കണ്ട് നല്ല ജഡ്ജസ്മാരായിരിക്കണം. അത് ഇതുവരെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തു വയ്ക്കുക. പുതിയ വീഡിയോയുമായി ഉടനെ വരാം. താങ്ക്